ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്ക് ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്ത് നല്ല പോലെ തന്നെ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചെമ്മീത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മൾ ചെമ്മീത്തിൽ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളിയും 4 പച്ചമുളകും 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ മസാല പരത്തി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചെമ്മീത്തിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനാകെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് പൊരിച്ചെടുക്കണുള്ളൂ. കൂടുതൽ വേവിച്ചെടുത്ത് വരുമ്പോഴേ റബ്ബർ പോലെയാകും. നമ്മുടെ മസാലയിലും ഇതൊന്ന് വെന്ത് വരാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുത്ത അതേ ഓയിലിൽ തന്നെ ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. നമ്മൾ ചെമ്മീത്തിലും ആദ്യം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാലോ. അപ്പോൾ ഉള്ളി ഇവിടെ നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ അത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം നമ്മളുടെ ഉണക്കമുളക് ചതച്ചതില്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ. അത് നല്ലപോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ വെള്ളമൊന്നും വേണ്ട. നമ്മളെ ചെമ്മീൻ കുറച്ച് വേവ് ആയിട്ടുള്ള വെന്ത് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഞാൻ കയ്യിൽ കണ്ടില്ലേ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഇടയിൽ ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റോളം വേവിച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കണേ. പിന്നെ ഇതിലേക്ക് നമ്മളുടെ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.